8th സ്റ്റാൻഡേർഡിലെ 8th ലെസണായ ഗൗരയാണ് ഇത് എഴുതിയിരിക്കുന്നത് മഹാദേവി വർമ്മ. ഗൗര മേരി ബഹൻ കെ ഘർ പലി ഹുയി ഗായ്ക്ക് വയസ്സന്ധി തക് പഹുഞ്ചി ഹുയി ബച്ചിയാ ഥി. അപ്പോൾ ഇവിടെ നമ്മുടെ ലെസണിൻ്റെ പേര് തന്നെ ഗൗരയാണ്. അപ്പോൾ ഗൗരയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഗൗര എന്ന് പറയുന്നത് എൻ്റെ സഹോദരിയുടെ ബഹിൻ എന്ന് പറഞ്ഞാൽ ബഹൻ സിസ്റ്റർ, സഹോദരിയുടെ വീട്ടിൽ പലി ഹുയി അവിടെ വളർത്തുന്ന പശുവിൻ്റെ കൗമാരപ്രായത്തിലെത്തിയ ഒരു ബച്ചിയാത്തി. ബച്ചിയ എന്ന് പറഞ്ഞാൽ പശുക്കിടാവ്, പശുവിൻ്റെ കുട്ടി. उसे इतने स्नेह और दुलार से पाला गया था कि वह अन्य गोवत्साओं से कुछ विशिष्ट हो गई थी. അതിനെ വളരെ സ്നേഹത്തോടും വളരെ ലാളനയോടും കൂടെയാണ് വളർത്തിയത്. അത് കാരണം അത് മറ്റു പശുക്കളെക്കാട്ടിലും പ്രത്യേക സ്വഭാവങ്ങളുള്ളതായിരുന്നു. ഗായ്ക്ക് മേരെ ബംഗളെ മേ पहुँचने पर मेरे परिचितों एवं परिचारकों में श्रद्धा भावന उमड़ पड़ी. ഈ പശു എൻ്റെ ബംഗ്ലോയിൽ, അതായത് എൻ്റെ വീട്ടിൽ എത്തിയതിന് ശേഷം എൻ്റെ പരിചിതരും, അതായത് എനിക്ക് അറിയാവുന്നവരും പിന്നെ എൻ്റെ പരിചാരകവും, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ അതിനോട് ഭയങ്കരമായ ഒരു ശ്രദ്ധാഭാവന എന്ന് പറഞ്ഞാൽ ഭക്തി ഉണ്ടായി. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ പശുവിനെയൊക്കെ ദൈവത്തിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ വളരെ ഭക്തിയോടെയാണ് കണ്ടിരുന്നത്. ഉസേ ലാൽ സഫേദ് ഗുലാബോं की माला पहनाकर കേശർ रोली का बड़ा सा तिलक लगाया गया. ആ പശുവിനെന്ത് ചെയ്തു? ലാൽ സഫേദ്, ചുവപ്പും വെള്ളയും നിറത്തിലുള്ള റോസാപ്പൂക്കളുടെ ഒരു ഹാരവുമൊക്കെ അണിയിച്ച് കേശർ റോളിക്ക ബഡാസ തിലക് ലഗായ എന്ന് പറഞ്ഞാൽ കേസർ, അതായത് കുങ്കുമപ്പൂ കൊണ്ടുള്ള ഒരു കുറി അണിയുക. പിക്ചറിൽ കാണുന്നത് പോലെ അതിന് കുങ്കുമപ്പൂ അരച്ചുണ്ടാക്കുന്ന കുറി അണിയിച്ചു കൊടുത്തു. ഘീ കാ ചൗമുഖ് ദിയ ചലാക്കർ ആരതി ഉത്താരി ഗയി. നെയ്യൊഴിച്ച് കത്തിച്ച വിളക്ക് കൊണ്ട് ആരത്തി ഉത്താരണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴിയുക. അപ്പോൾ ചൗമുഖ് ദിയ എന്ന് പറഞ്ഞാൽ 4 തിരിയിട്ട നെയ്യൊഴിച്ച വിളക്ക്, അതുകൊണ്ട് അതിനെ ഒഴിയുകയും ഒരുസെ ദഹി പേട ഖിലായാകയ, അതിനെ ദഹിയും പേടയുമൊക്കെ കഴിക്കാൻ കൊടുത്തു. ദഹി എന്ന് പറഞ്ഞാൽ തൈര്, പേട എന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റാണ്. ഉസ്ക നാംകരൺ ഹുവ ഗൗര, എന്നിട്ട് അതിനൊരു പേരും ഇട്ടു ഗൗര എന്ന്. उसकी बड़ी चमकीली और काली आँखों में दिए की लौ प्रतिफलित होकर बहुत सुंदर लग रही थी. അതിൻ്റെ വലുതും തിളക്കമുള്ളതുമായ കറുത്ത കണ്ണുകളിൽ ഈ ദിയ, ഈ വിളക്കിൻ്റെ ആ ഒരു പ്രതിഫലനം, ദിയേക്ക് ലൗ, അതായത് ദിയയുടെ വിളക്കിൻ്റെ ആ ഒരു തിരിനാളം പ്രതിഫലിക്കുകയും തീനാളത്തിൻ്റെ ആ ഒരു പ്രതിഫലനം വളരെ മനോഹരമായിരിക്കുകയും ചെയ്തു. उस दिन गौरा को ध्यानपूर्वक देखने पर उसकी ओर मेरा आकर्षित होना स्वाभाविक ही था. ആ ദിവസം ഗൗരയെ ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കി. അപ്പോൾ അതിനോട് എനിക്കൊരു ആകർഷണം തോന്നുക, ഒരു സ്നേഹം തോന്നുക എന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. പുഷ്ട് ലച്ചീലെ പയർ ഭരെ പുഠേ ചിക്കനി ഭരി ഹുയി പീഠ് ലംബി സുഡൗൽ ഗർദൻ निकलते हुए छोटे छोटे सींग भीतर की लालिमा की झलक देते हुए कमल की 2 अधखुली पंखुड़ियों जैसे कान, लंबी और अंतिम छोर पर काले सघन चामर का स्मरण दिलाने वाली पूंछ, सब कुछ सांचे में ढला हुआ सा था. ഇതെല്ലാം പറഞ്ഞത് ഗൗരയുടെ ആ ഒരു ശരീര സൗന്ദര്യം വർണ്ണിക്കുന്നതാണ്. പുഷ്ട് ലച്ചിയിലെ പയർ, അതിൻ്റെ പുഷ്ടമായ, അതായത് വളരെ ഹെൽത്തി ആയതും നല്ല വഴങ്ങുന്നതുമായ കാലുകൾ. ഭരെ പുഠെ, അതിൻ്റെ പുഠ എന്ന് പറഞ്ഞാൽ ഹിപ്പ്, ഭര എന്ന് പറഞ്ഞാൽ ഹിപ്പ്. ചിക്കിനി ഭരി ഹുയി പീഠ്, ചിക്കിനി അതായത് വളരെ സ്മൂത്തായതും നിറഞ്ഞു നിൽക്കുന്നതുമായ അതിൻ്റെ കുറുക്കു ഭാഗം. പീഠ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ്. ലംബി സുഡൗൽ ഗർദൻ, നീളമുള്ളതും ആരോഗ്യമുള്ളതുമായ അതിൻ്റെ ഗർദൻ, കഴുത്ത്. നിക്കൾത്തെ ഹുയെ ചോട്ടെ ചോട്ടെ സീങ്ക്, പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആ ചെറിയ കൊമ്പുകൾ. ഭീത്തർ കി ലാലിമാക്കി ഛലക്ക് ദേത്തെ ഹുയെ
കമൽ കി ദോ അധകുലി പങ്കുടിയോ ജേസെ കാൻ. അതിൻ്റെ കാതുകൾ എന്താണ്? കമൽ കി ദോ അധകുലി പങ്കുടിയോ ജേസെ. കമൽ എന്ന് പറഞ്ഞാൽ ലോട്ടസ്. ലോട്ടസിൻ്റെ പകുതി തുറന്ന 2 ഇതളുകൾ പോലെ ഇരിക്കുന്നു. അതിൻ്റെ അകം എന്താണ്? റെഡ് കളറുമാണ്. അപ്പോൾ അതിൻ്റെ ചെവി അകഭാഗം റെഡ് കളറും കണ്ടാലൊരു എന്താണ് കമലിൻ്റെ താമരയുടെ ഇതളുകൾ പോലെ ഉണ്ട്. ലംബി ഓർ അന്തിമ ചോർ പർ കാലേ സഖന് ചാമർ കാ സ്മരണ ദിലാനെ വാലി പൂഞ്ച്. നീളമുള്ളതും കണ്ടാലൊരു ചാമരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഒരു വെള്ള സാധനം ഇങ്ങനെ യൂസ് ചെയ്യത്തില്ല, ഇങ്ങനെ ആനയുടെ പുറത്തിരുന്നിട്ട്, അതാണ് ചാമരം. അതിനെ ഓർമ്മിപ്പിക്കുന്ന കറുപ്പും കട്ടിയുള്ളതുമായ അതിൻ്റെ വാല്. സബ് കുച്ച് സാഞ്ചേമേ ഠലാ ഹുവാസ ഥ. എല്ലാം ഒരു അച്ചിൽ വാർത്തെടുത്ത പോലെ ഉണ്ട്. ഗൗര വാസ്തവമേ ഹി ബഹുത് ആകർഷക് ഥി. ശരിക്കും അവളൊരു ആകർഷണമുള്ളവളായിരുന്നു ഗൗര. ചൗഡേ ഉജ്ജ്വൽ മാഥേ ഓർ ലംബേ സാഞ്ചേ മേ ഢലേ ഹുയേ മുഖ് പർ ആംഖേ ബർഫ് മേ നീലെ ജൽ കെ കുണ്ടോം കെ സമാൻ ലഗ്തി ഥി. വീതിയുള്ള അതിൻ്റെ നെറ്റിത്തടം, സാഞ്ചേ മേ ഢലേ ഹുയേ മുഖ് പർ, അതായത് അച്ചിൽ വാർത്തെടുത്ത പോലുള്ള അതിൻ്റെ മുഖത്ത്, ഫേസിൽ കണ്ണുകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ആഖേ ബരഫ് മേ നീലേ ജൽ കെ കുണ്ടോം കെ സമാൻ. മഞ്ഞിൽ എന്താണ്? നീല ജലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുളം പോലെ. കുളം, കിണർ എന്നൊക്കെ കുണ്ട് മീനിങ് വരെ, ഇവിടെ കുളം പോലെ, 2 കുളങ്ങൾ പോലെയാണ് കണ്ടാൽ തോന്നുന്നത്. എന്ത് കളർ കുളമാണ്? നീല കളർ. ഉന്മേം ഏക് അനോഖ വിശ്വാസ് രഹ്താ ഥ. അതിനെ ഒരു പ്രത്യേക ഒരു വിശ്വാസം തന്നെ അതിൽ നമുക്ക് തോന്നും. ഗായ് കെ നേത്ര ഹിരൺ കെ സമാൻ ചഞ്ചൽ ന ഹോക്കർ ആത്മീയ വിശ്വാസ് കെ സെ ഭരേ ഹോത്തെ ഹെ. ഈ പശുവിൻ്റെ കണ്ണുകൾ, ഹിരൺ എന്ന് പറഞ്ഞാൽ മാനിൻ്റെ കണ്ണുകൾ ചഞ്ചലമാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അതായത് തന്നെ ഏതെങ്കിലും ശത്രുക്കൾ ആക്രമിക്കുന്നോ എന്ന് നോക്കുന്നതാണ് അത്. അപ്പോൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന അതുപോലെ അല്ല ഇതിൻ്റെ കണ്ണുകൾ. പകരം എന്താണ്? ആത്മീയ വിശ്വാസേ ഭരേ ഹോത്തേ ഹെ. ഇതിൻ്റെ കണ്ണുകൾ ആത്മീയ വിശ്വാസം, അതായത് സ്പിരിച്വലായിട്ടുള്ള ഒരു വിശ്വാസം ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഇതിൻ്റെ കണ്ണുകൾ കാണുമ്പോൾ നമ്മളിൽ സ്പിരിച്വലായിട്ടുള്ള ദൈവികമായ ഒരു വിശ്വാസവും ചിന്തയും നമ്മിൽ നിറയും. ഇസ് പശു കോ മനുഷ്യസെ യാതനാ ഹി നഹി നിർമ്മമ മൃത്യു തക്ക് പ്രാപ്ത് ഹോത്തി ഹെ. മനുഷ്യൻ ഇതിനെ പല വിധത്തിൽ യാതന നൽകുകയും, അതായത് ദുഃഖം നൽകുകയും വേദന നൽകുകയും, അതായത് ഇവയെ ഉപദ്രവിക്കുകയും അതുകൂടാതെ ഇവയെ മനുഷ്യൻ കൊല്ലുകയും ചെയ്യും. കുച്ച് ഹി ദിനോं में ഗൗര सबसे इतनी हिलमिल गई कि अन्य पशु पक्षी अपनी लघुता और उसकी विशालता का अंतर भूल गए. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ഗൗര എല്ലാവരുമായിട്ട് ഇണങ്ങുകയും അന്യ പശുപക്ഷി അപ്നി ലഘുത അവർ ഉസ്കി വിശാലതാക്ക അന്തർ ഭൂൽഗയെ. മറ്റു മൃഗങ്ങളും പക്ഷികളും അവരുടെ ആ ഒരു വലിപ്പക്കുറവും ഇതിൻ്റെ ആ പശുവിൻ്റെ ആ വലിപ്പവുമൊക്കെ അവർ മറന്നു. കുത്തേ ബില്ലി ഉസ്കെ പൈരോക്കെ ബീച്ച് മേ ഖേൽനെ ലഗെ. പട്ടിയും പൂച്ചയും ഒക്കെ അതിൻ്റെ കാലുകൾക്കിടയിൽ കിടന്ന് കളിക്കുവാൻ തുടങ്ങി. പക്ഷി ഉസ്കെ പീഠ് ഏവം മാഥേ പർ ബൈഠ് കർ ആനന്ദ് ഉഠാത്തെ. പക്ഷികൾ അതിൻ്റെ കുറുക്കിലും നെറ്റിയിലുമൊക്കെ ഇരുന്ന് സന്തോഷിച്ചു. വഹ് സഭി കോ ആവാസ് സേ ഹി നഹി പൈരോं की आहट से भी पहचानने लगी. ഈ ഗൗര മറ്റുള്ളവരെ അവരുടെ സൗണ്ടിൽ മാത്രമല്ല, അവർ നടന്നു വരുന്ന സൗണ്ട് കേട്ടാൽ തന്നെ അതിന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. വഹ് ഹംസെ മാനവീയ സ്നേഹ കെ സമാൻ ഹി നികടത ചാഹത്തി ഥി. അവൾ മനുഷ്യസ്നേഹം എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു അടുപ്പം നമ്മളിൽ നിന്നും ആഗ്രഹിച്ചു. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നത് പോലെയുള്ളൊരടുപ്പം അവൾ നമ്മളിൽ നിന്നുമൊക്കെ ആഗ്രഹിച്ചു എന്ന് ലേഖിക പറയുന്നു. നിക്കട്ട് ജാനേ പർ വഹ് സഹലാനേക്ക് ലിയെ ഗർദൻ ബഠാ ദേത്തി. അടുത്ത് ചെല്ലുകയാണെങ്കിൽ തലോടാനായിട്ട്
അതിൻ്റെ കഴുത്ത് നീട്ടിത്തരും. ഹാത്ത് ഫേർനെ പർ അപ്നാ മുഖ് ആശ്വസ്ത് ഭാവ് സെ കന്ധേ പർ രഖ് കർ ആംഖേ മൂന്ത് ലേത്തി. നമ്മളതിൻ്റെ പുറത്ത് കൈകൾ കൊണ്ടിങ്ങനെ തടവുകയാണെങ്കിൽ അതിൻ്റെ മുഖം എന്താണ് ഒരു ആശ്വാസഭാവത്തോടു കൂടി നമ്മുടെ തോളിൽ വയ്ക്കുകയും കണ്ണുകൾ അടയ്ക്കുകയും ചെയ്യുമായിരുന്നു. ദൂർ ജാനെ പർ ഗർദൻ കുമാ കുമാക്കർ ദേഖ്തി രഹ്തി. നമ്മൾ അതിനടുത്ത് നിന്നും ദൂരെ പോവുകയാണെങ്കിൽ കഴുത്ത് തിരിച്ച് നമ്മളെ നോക്കുമായിരുന്നു. ആവശ്യകതാക്കെ ലിയേ ഉസ്കെ പാസ് ഏക് ഹി ധ്വനി ഥി. അതിൻ്റെ ആവശ്യങ്ങൾക്ക് അത് ഒരു സൗണ്ട് മാത്രമേ പുറപ്പെടുവിക്കാറുണ്ടായിരുന്നുള്ളൂ. പരന്തു ഉല്ലാസ്, ദുഃഖ്, ആകുലത ആദി की अनेक छायाएं उसकी आँखों में തൈരാ കർത്തി थी. അതിൻ്റെ കണ്ണുകളിൽ സന്തോഷവും ദുഃഖവും ഒരു ടെൻഷനും ഒക്കെ ഇങ്ങനെ കണ്ണുകളിൽ ഓടി നടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഏക് വർഷയ്ക്ക് ഉപരാന്ത് ഗൗര ഏക് സുന്ദർ വത്സ് കി മാതാ ബനി. ഒരു വർഷത്തിന് ശേഷം ഗൗര ഒരു സുന്ദരിയായ കുഞ്ഞിൻ്റെ അമ്മയായി. വത്സ് അപ്പിനെ ലാൽ രംഗ് കെ കാരൺ ഗേരു കാ പുതലാ സാ ജാൻ പട്താ ഥ. വത്സ് തൻ്റെ ലാൽ രംഗ് കെ കാരണം, അത് നല്ല റെഡ് കളറിലുള്ള പശുവായിരുന്നു. അത് കാരണം എന്താണ്, ഗേരു കാ പുതലാ സാ ജാൻ പട്താ ഥ. അത് ക്ലേയിലുള്ള പ്രതിമ പോലെ എന്നാണ് തോന്നുക. उसके माथे पर पान के आकार का श्वेत तिलक और चारों पैरों में खुरों के ऊपर सफ़ेद वलय ऐसे लगते थे मानो गेरू की बनी वत्समूर्ति को चांदी के आभूषणों से अलंकृत कर दिया गया हो. उसके माथे पर पान के आकार का श्वेत तिलक. അതിൻ്റെ നെറ്റിയിൽ പാൻ എന്ന് പറഞ്ഞാൽ വെറ്റില, വെറ്റിലയുടെ ആകൃതിയിലുള്ള ഒരു വെള്ള പൊട്ടും. और चारों पैरों में खुरों के ऊपर, കാലിൻ്റെ കണ്ണിന് മുകളിലായിട്ട് 4 കാലുകളിലും വെള്ള ഒരു വലയവും കാണപ്പെട്ടു. അത് കാണുമ്പോഴെന്താണ് തോന്നുന്നത്, ഗേരു കി ബനി വത്സ്മൂർത്തി കോ ചാന്തി കെ ആഭൂഷണോ സെ അലങ്കൃത് കർ ദിയാ ഗയാ ഹോ. ക്ലേ കൊണ്ടുണ്ടാക്കിയ പ്രതിമയിൽ ചാന്തി എന്ന് പറഞ്ഞാൽ സിൽവർ കൊണ്ടുള്ള ആഭരണം അണിയിച്ചിരിക്കുകയാണെന്ന് തോന്നും. ബച്ചഡേക്ക നാം രഖാഗയ ലാൽമണി. ആ പശുക്കുട്ടിക്ക് ഇട്ട പേര് ലാൽമണി എന്നാണ്. ഗൗര പ്രതിദിൻ 12 സേർ ദൂത്ത് ദേത്തി थी. അതായത് ലാൽമണിയുടെ അമ്മയായ ഗൗര ദിവസവും 12 ലിറ്റർ പാല് തരുമായിരുന്നു. अतः लालमणि के दूध पीने के बाद इतना अधिक दूध बचता था कि कुत्ते बिल्ली तक को दूध मिलता था. ലാൽമണി കുടിച്ചതിന് ശേഷം ധാരാളം പാല് മിച്ചം കാണും. അത് അവിടെയുള്ള പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ കിട്ടുമായിരുന്നു. ദിൻ പ്രതിദിൻ ഗൗരാക്കി ദശ ശോചനീയ ഹോത്തി ഗൈ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ്, ദിവസം കഴിയും തോറും ഗൗരയുടെ അവസ്ഥ വളരെ ദയനീയമായി വന്നു. लालमणि बेचारे को तो माँ की व्याधि और आसन्न मृत्यु का भी बोध नहीं था. ലാൽമണിയാണെങ്കിൽ എന്താണ്, തൻ്റെ അമ്മയുടെ ആ രോഗാവസ്ഥയെക്കുറിച്ചോ അമ്മ മരണത്തോടടുക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അറിവില്ലായിരുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താണ്, വഹ് ഗൗരാക്കെ പാസ് പഹുഞ്ച് കർ ഉസേ സിർ മാർ മാർ കർ ഉഠാനാ ചാഹത്താ ഥാ या खेलने के लिए उसके चारों मोर उछल कूद कर परिक्रमा ही देता रहता था. കുഞ്ഞ് ലാൽമണി എന്ത് ചെയ്യും, ഗൗരയുടെ അടുത്ത് വന്നിട്ട് തല കൊണ്ട് ഇടിച്ചിടിച്ച് അതിനെ എണീപ്പിക്കാൻ ശ്രമിക്കും. വയ്യാത്തത് കാരണം ഗൗര അവിടെ കിടക്കുകയാണ്. അതുകൂടാതെ ഖേൽനെ കെ ലിയേ ഉസ്കെ ചാരോ മോർ, കളിക്കുവാനായിട്ട് അതിൻ്റെ 4 ചുറ്റും കിടന്ന് എന്താണ് തുള്ളിച്ചാടി കറങ്ങാൻ തുടങ്ങും. इतनी हष्टपुष्ट सुंदर दूध सी उज्ज्वल पयस्विनी गाय इतनी सुंदर चंचल वत्स को छोड़कर किसी भी क्षण निर्जीव और निश्चेष्ट हो जाएगी. ഇത്രയും ആരോഗ്യമുള്ള ഭംഗിയുള്ള പാല് പോലെ വെളുത്ത ഈ പശു ഇത്ര സുന്ദരനായ എന്താണ് കുഞ്ഞിനെ ഇട്ടിട്ട് എപ്പോൾ വേണമെങ്കിലും മരിക്കാം. സോച്ച് കർ ഹി ആസു ആ ജാത്തേ ഹെ. ഇത് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക്
സങ്കടം വരും, കരച്ചിൽ വരും. ഗൗരാക്കി സുന്ദർ ചംകീലി ആംഖേ നിഷ്പ്രഭ് ഹോ ചലി. അത്ര തിളക്കമുണ്ടായിരുന്ന ഗൗരയുടെ ഭംഗിയുള്ള കണ്ണുകളിപ്പോൾ എന്താണ് നിഷ്പ്രഭ് ഹോകെ, അതിൻ്റെ പ്രഭയൊക്കെ അതിൻ്റെ പ്രകാശമൊക്കെ നശിച്ചു. ക്യോങ്കി അബ് ഉസ്ക അന്ത് സമയ നിക്കട് ഥ, അതിൻ്റെ മരണസമയം അടുത്തിരിക്കുന്നു. അബ് മേരി ഏക് ഹി ഇച്ഛാ ഥി कि उसके अंत समय में मैं उसके पास उपस्थित रह सकूँ. ഇനിയിപ്പോൾ എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. ഇതൊക്കെ പറയുന്നത് ആരാണ്? നമ്മുടെ ലേഖികയായ മഹാദേവി വർമ്മ. ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവളുടെ അവസാന സമയം എനിക്കും അവളുടെ കൂടെ കാണണമെന്നാണ്. ദിൻമേ ഹി നഹി രാത് മേ ഭി മേ കൈ ബാർ ഉഠ്കർ ഉസേ ദേഖ്നെ ജാത്തി. പകൽ മാത്രമല്ല, രാത്രിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവളെ നോക്കുമായിരുന്നു. അതായത് അവൾ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ നോക്കുമായിരുന്നു. अंत में एक दिन ब्रह्म मुहूर्त में 4 बजे जब मैं गौरा को देखने गई, तब जैसे ही उसने अपना मुख सदा के समान मेरे कंधे पर रखा. അവസാനം എന്ത് സംഭവിച്ചു? ബ്രഹ്മമുഹൂർത്തത്തിൽ, ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ ഉള്ള സമയമാണ്. അത് 4 മണിയൊക്കെ ആവുന്നതാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഗൗരയെ നോക്കാനായിട്ട് ചെന്നു. തബ് ജയ്സേ ഹി ഉസ്നെ അപ്നാ മുഖ് സദാക്കെ സമാൻ. അത് അപ്പോൾ അവൾ എന്ത് ചെയ്തു? എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ അവളുടെ ആ മുഖം എൻ്റെ കന്ധേപ്പർ രഖ, എൻ്റെ തോളിലേക്ക് വെച്ചു. വൈസേ ഹി വഹ് ഏകദം പത്ഥർ ജയ്സ ഭാരി ഹോ ഗയ. അപ്പോൾ അവൾ കല്ലുപോലെ വെയിറ്റുള്ളതായിട്ട് മാറി. മേരി ബാഹ് പർ സേ സരക് കർ ധർത്തി പർ ആ രഹ. എൻ്റെ തോളിൽ നിന്നും അത് അവൾ ഉതിർന്ന് താഴേക്ക് ഭൂമിയിലേക്ക് വീണു. കദാചിത് സുയീനെ ഹൃദയ്ക്കോ ഭേദ് കർ ബന്ദ് കർ ദിയ. അപ്പോൾ എനിക്ക് തോന്നിയ ഫീലിംഗ് എന്ന് പറയുന്നത് സൂചി കുത്തിയിറക്കി എൻ്റെ ഹൃദയം നിശ്ചലമായതുപോലെ ആയിരുന്നു. ഗംഗാക്കെ പ്രതി ലഗാവ് ഏവം ശ്രദ്ധാക്കി ഭാവന മേരെ അന്തർ കൂട്ട് കൂട്ട് കർ ഭരി ഹുയി ഥി. എന്നിൽ ഗംഗാ നദിയോടുള്ള ഒരു സ്നേഹവും ഭക്തിയും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഗംഗാ കെ കിനാരെ ജാക്കർ മുझे അസീം ശാന്തി പ്രാപ്ത് ഹോത്തി ഹെ. ഗംഗാതീരത്ത് പോകുമ്പോൾ എനിക്ക് അതിരില്ലാത്ത ഒരു സമാധാനം കിട്ടുമായിരുന്നു. ഇസ്ലിയെ അപ്പിനെ പാലിത് ജീവ് ജന്തുവോ കെ പാർത്ഥിവ് അവശേഷ് മേ ഗംഗാക്കോ സമർപ്പിത് കർത്തി രഹി ഹു. അത് കാരണം ഞാൻ എന്ത് ചെയ്തു? ഞാൻ വളർത്തുന്ന ജീവജാലങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ, അതായത് നമ്മൾ ഈ അസ്ഥി ഒഴുക്കുക എന്നൊക്കെ മനുഷ്യർക്ക് ചെയ്യുമല്ലോ, അതുപോലെ അവരുടെ അവശിഷ്ടം ഞാൻ ഗംഗയിൽ സമർപ്പിക്കാറാണ് പതിവ്. ഗൗരാക്കോ ലേ ജാത്തേ സമയ് സഭി വ്യഥിത് ഹോ ഉഠേ. ഗൗരയെ കൊണ്ടുപോകുമ്പോൾ, മരിച്ചു കഴിഞ്ഞിട്ട് ആ ഗൗരയെ അവിടെ നിന്ന് മാറ്റുമ്പോൾ എല്ലാവരും ദുഃഖിച്ചു. പരന്തു ലാൽമണി ഇസേ ഭി ഖേൽ സമച്ച് ഉച്ചൽത്ത കൂത്താരഹ. പക്ഷേ ലാൽമണി ഇതും കളിയാണെന്ന് കരുതി തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. യദി ദീർഘ നിശ്വാസ് കാ ശബ്ദോ മേ അനുവാദ് ഹോ സക്കെ तो उसकी പ്രതിധ്വനി കഹേഗി ആ മേരാ ഗോപാലക് ദേശ്. ദീർഘനിശ്വാസം എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക, അതായത് നമ്മൾ ശ്വാസം കുറേ നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വിടുമല്ലോ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീർഘനിശ്വാസത്തിനും സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് പറയുന്നത് ഇതായിരിക്കും എൻ്റെ ഗോപാലക് ദേശ്.